ഈ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. അസ്സലാമലൈക്കും. എൻ്റെ മോന് തലാസീമിയ മേജർ അസുഖമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിച്ചെങ്കിലേ അവനെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കും. എനിക്ക് ഇതിൻ്റെ മുന്നേ ഒരു മോള് മരിച്ചു പോയതാണ്. അവളെ രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയില് വെളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രവാസിയായ യൂനുസുക്കാടെ 7.5 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മുഹമ്മദ് ഷംനാദിന്റെ ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഉമ്മാടെ കരച്ചിലും കണ്ണീരൊക്കെ നിങ്ങൾ കണ്ടതാണ്. 2 മക്കളെ മരണത്തിന് വിട്ടുകൊടുത്ത് 3ാമത്തെ മകനും തൽസീമിയ മേജർ എന്ന് പറയുന്ന അസുഖം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. മൂത്ത മകള് ഇതേ അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ മരണത്തിന് കീഴടങ്ങിയതാണ്. ഈ 2ാമത്തെ മകനും ഇങ്ങനെ അസുഖം വന്നപ്പോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഈ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. 40 ലക്ഷം രൂപയാണ് ഈ കുട്ടിക്ക് വേണ്ടി ആശുപത്രിയിൽ നിന്ന് കൊടുത്തുള്ള എസ്റ്റിമേറ്റ്. ഒന്ന് കാണിച്ച് ഷെഫി ഒന്ന് നോക്കിയേ. ഇതാ ആണ്. 1 രൂപ പോലും കയ്യിലില്ലാതെ ഈ കുട്ടിയെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഇപ്പൊ പല അസുഖങ്ങളും ബാധിച്ച് നാട്ടിൽ വന്ന് നിൽക്കുക. ഇദ്ദേഹത്തിന് ഇപ്പൊ സെന്ററിങ്ങിന്റെ പണിക്കല്ലേ പോണത്. സെന്ററിങ്ങിന്റെ പണിക്കാണ് ഇപ്പൊ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴിയില്ല. ഇദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് കുടുംബത്തെ ചെലവ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് 40 ലക്ഷം രൂപ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും കൈകോർത്താലേ നടക്കുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വെളിമുക്കിലുള്ള ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും നാട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചെയർമാന് അഡ്വക്കേറ്റ് CP മുസ്തഫ, അതുപോലെ തന്നെ കൺവീനർ U ഷംസുദ്ദീൻ, ട്രഷറർ PK മുഹമ്മദ് ഹാജി, ഇങ്ങനെ അടങ്ങുന്ന വലിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. കാരണം ഇനി എന്താ പറയാ, 4 മക്കളിൽ 2 കുട്ടികൾ മരണപ്പെട്ടു. ഇനിയുള്ളത് 2 കുട്ടികളാണ്. അതിലൊരാളാണ് ഈ ഒരു അസുഖം ബാധിച്ച് ഈ ഒരു ചികിത്സയുടെ ആവശ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും മുഹമ്മദ് ഷംനാദിനെ സഹായിക്കണം. ഈ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പരിചയമുള്ള ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിയുന്ന സഹായങ്ങൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഒരു കുഞ്ഞു ജീവനെ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ കൊടുക്കുന്നത്. എത്ര ചെറിയ സംഖ്യയാണെങ്കിലും അത് വലിയ ഒരു രീതിയിലേക്ക് മാറി ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. എല്ലാവരും സഹായിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.